മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ് പോകുന്നത്. ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിന് പിന്നിൽ വൻ റാക്കറ്റെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. ഭാരതത്തിൽ നിന്ന് 14 പേരെ ഇറാനിലേക്ക് കൊണ്ടുപോയതായി മുഖ്യപ്രതി മധുവിൻ്റെ മൊഴി. മധുവിനെ ഈ മാസം 24 വരെ കൊച്ചി NIA കോടതി റിമാൻഡ് ചെയ്തു. ഉത്തരേന്ത്യൻ റാക്കറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നുവെന്നും NIA ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ മനുഷ്യക്കടത്ത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, വിവാദമായതാണ്. പക്ഷേ ഇടയ്ക്ക് അതിൽ അന്വേഷണം മന്ദീഭവിച്ചതായി തോന്നി. പക്ഷേ ഇപ്പോൾ വീണ്ടും അന്വേഷണം പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നു. നോക്കൂ, മധു എന്ന മലയാളിയാണ് ഇതിലെ പ്രധാന കണ്ണി. ഭാരതത്തിൽ നിന്ന് 14 പേരെ ഇറാനിലേക്ക് കൊണ്ടുപോയി എന്നാണ് മുഖ്യപ്രതി മധുവിൻ്റെ മൊഴി. ഈ 14 പേരിൽ എത്ര മലയാളികളുണ്ട് ജിജീഷ്? മാത്രമല്ല, മധു കൊടുത്ത മൊഴി എന്താണ് NIAക്ക്? ഏറ്റവും നിർണായകമായ മൊഴികൾ തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ കസ്റ്റഡിയിൽ മധുവിനെ ചോദ്യം ചെയ്തപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിന് പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ട് എന്നത് മാത്രമല്ല, രാജ്യത്ത് 14 പേരെ ഇറാനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യം മധു മൊഴിയായി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് മധു ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് അതിൽ കൂടുതൽ പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ, ഡൽഹിയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും എല്ലാമുള്ള ആളുകളെയാണ് കൂടുതലായി കടത്തിയത്, കൊണ്ടുപോയത് എന്ന കാര്യമാണ്. മലയാളികളെ എത്ര പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചെല്ലാമുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ കടന്നിട്ടുള്ളത്. നേരത്തെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പോലീസ് നേരത്തെ നടത്തിയിട്ടുള്ള വിവരശേഖരണത്തിൽ ലഭിച്ച വിവരം എന്ന് പറയുന്നത് മലയാളികൾ അടക്കം അവയവ കച്ചവട റാക്കറ്റിന്റെ ഭാഗമായി അതിന്റെ ഇരകളായി മാറിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഉത്തരേന്ത്യൻ റാക്കറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നു എന്ന കാര്യം കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരകളെ NIA കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ തെലങ്കാനയും ഡൽഹിയും ഒപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളും എല്ലാം തന്നെ അതിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇരകളുണ്ട്. കൂടുതൽ പേർ ഇറാനിലേക്ക് കടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം. മറ്റു രാജ്യങ്ങളിലേക്കും ആളുകളെ മധുവിന്റെ നേതൃത്വത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ആളുകളെയും കൊണ്ടുപോയിട്ടുള്ളത് അവയവക്കടത്തിനായി അതിന്റെ ഭാഗമായി മനുഷ്യക്കടത്ത് നടത്തി എത്തിച്ചിട്ടുള്ളത് ഇറാനിലേക്കാണ് എന്ന വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ മാസം 24 വരെയാണ് ഇയാളെ NIA കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരാഴ്ച ചോദ്യം ചെയ്തപ്പോൾ അവയവക്കടത്ത് റാക്കറ്റിന്റെ ഭാഗമായി സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി മധു വ്യക്തമാക്കിയിരുന്നു. പല സ്വകാര്യ ആശുപത്രികളും ദാതാക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, സ്വീകർത്താക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ റാക്കറ്റിന് കൈമാറിയിരുന്നു. ആ സ്വീകർത്താക്കൾ ആരെല്ലാമാണ്, അസുഖബാധിതരായി എത്തുന്ന ആളുകളുടെ ഒരു ഡാറ്റ തന്നെ ഇത്തരത്തിൽ കൈമാറി അവയവമാറ്റം നിർദ്ദേശിക്കപ്പെട്ട ഡോക്ടർമാർ അവയവമാറ്റം നിർദ്ദേശിക്കപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ പൂർണ്ണമായും തന്നെ അവയവക്കടത്തുകാർക്ക് നൽകുന്നു. തുടർന്ന് ഈ അവയവ കച്ചവടത്തിന്റെ ഭാഗമായ ആളുകൾ ഈ ആളുകളുടെ ബന്ധുക്കളെ ചെന്ന് കണ്ട് കച്ചവടം ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ അവയവ കച്ചവടം ഉറപ്പിക്കുന്ന ഇടത്താണ് ഈ റാക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. മധു ആണ് പ്രധാനപ്പെട്ട കണ്ണി എന്ന വിവരം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിനെ രാജ്യാന്തര ബന്ധങ്ങൾ കണ്ടെത്തിയതോടുകൂടിയാണ് ദേശീയ അന്വേഷണ ഏജൻസി NIA തന്നെ ഈ കേസിൽ അന്വേഷണം ഏറ്റെടുക്കുന്നതും കഴിഞ്ഞ വെള്ളിയാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് മധു പിടിയിലാകുന്നതും. എന്തൊക്കെ റാക്കറ്റുകളാണ് ഈ കൊച്ചു കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിന് പിന്നിൽ വൻ റാക്കറ്റെന്ന ദേശീയ അന്വേഷണ ഏജൻസി. ഭാരതത്തിൽ നിന്ന് 14 പേരെ ഇറാനിലേക്ക് കൊണ്ടുപോയതായി മുഖ്യപ്രതി മധുവിൻ്റെ മൊഴി. മധുവിനെ ഈ മാസം 24 വരെ കൊച്ചി NIA കോടതി റിമാൻഡ് ചെയ്തു. ഉത്തരേന്ത്യൻ റാക്കറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നുവെന്നും NIA. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.